എന്താണ് ക്യാൻസർ എന്ന് നമുക്കറിയാം, എന്താണ് ഇപ്പോൾ ഒരു ലിവർ സിറോസിസ് എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ബേസിക്കായിട്ട് ഓരോ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ആളുകളിലേക്ക് എത്തണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും എടുത്ത നല്ലൊരു ഡിസിഷൻ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ +1 +2 ഞാൻ ഹ്യൂമാനിറ്റീസ് എന്നൊരു സബ്ജക്റ്റ് എടുത്തതാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും എടുത്ത നല്ലൊരു ഡിസിഷൻ എന്ന് പറയും. എനിക്കിപ്പോൾ വന്നിട്ട് ഒരു 5 ഡേയ്സിനുള്ളിൽ എനിക്ക് ആദ്യത്തെ ജോലി കിട്ടി UK എത്തിയിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ 3 മാസം കഴിഞ്ഞിട്ട് ജോലി കിട്ടാത്ത ആൾക്കാരെ എനിക്കറിയാം. ഞാനിവിടെ വന്നപ്പോൾ മാർക്കറ്റിംഗ് ആണ് ഞാൻ ഇവിടെ എടുത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു മാർക്കറ്റിംഗ് രീതിക്ക് തന്നെ ജോലിക്ക് കയറാം. ഞാൻ ഇൻ്റർനാഷണൽ ലക്ഷറി മാർക്കറ്റിംഗ് ആണ്, അപ്പോൾ ഒരു ലക്ഷറി ബ്രാൻഡ് ഫീൽഡിൽ ജോലിക്ക് കയറാമെന്ന രീതിക്കാണ് ഞാൻ വന്നത്. ഇവിടെ UK മെയിൻ ഒരു പ്രശ്നമാണ് റൂൾസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ഓൾറെഡി ആ കമ്പനിയിൽ നിന്ന് സ്പോൺസർഷിപ്പ് തരാമെന്ന് പറഞ്ഞായിരുന്നു. ലാസ്റ്റ് മിനിറ്റിലായിരുന്നു റൂൾസ് മാറി, സാലറി ക്രൈറ്റീരിയ മാറിയത്. ഈ 150-150ഓളം ജോബ് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് വെറും 5 ഇൻ്റർവ്യൂ. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ തീരുമാനിച്ച് ഇവിടെ കെയറായിട്ട് വർക്ക് ചെയ്യേണ്ട പറ്റില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. രാത്രി 3 മണിക്കാണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു മൊമെന്റ് തോന്നുകയാണ്, ഓക്കെ തന്നെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് പോകുന്ന മൊമെന്റിൽ ടെക്സ്റ്റ് സമ്മൺ, കോൾ സമ്മൺ, ജസ്റ്റ് ലെറ്റ് ദം നോ, പറ്റുമെങ്കിൽ പുറത്തു പോകുക അല്ലെങ്കിൽ സംസാരിക്കുക. രാവിലെ എണീക്കുമ്പോൾ ഇരുട്ട്, ഓഫീസിലേക്ക് പോണ സമയത്താണ് ബസ്സിൽ പോകുമ്പോഴാണ് ഒരു വെളിച്ചം കാണുന്നത്. ഓഫീസിലെത്തി, ഓഫീസ് ഭാഗ്യത്തിന് ജനലൊക്കെ നല്ല വലിയ ജനലുള്ള ഓഫീസായതുകൊണ്ട് വെളിച്ചം അങ്ങനെയും കാണുന്നുണ്ട്. തിരിച്ച് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇരുട്ട്. നീ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ചെറുതായിട്ടൊരു സ്ട്രെസ്സോ ആങ്സൈറ്റിയോ വരുമ്പോൾ എനിക്ക് ഡിപ്രഷനാ എന്ന് പറയണത്. ഡിപ്രഷൻ ഈസ് സംവാട്ട് ഡിഫറെൻറ്റ്. അമ്മേ ഞാൻ ഡിപ്രഷനിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ട്രോള് കണ്ടില്ലേ. ഹലോ ഓൾ, അൺമ്യൂട്ടഡ് ലൈഫിൻ്റെ 3rd എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആദ്യത്തെ എപ്പിസോഡ് നമ്മുടെ ഉണ്ടായിരുന്ന ആനന്ദ് ഉണ്ട് എൻ്റെ റൈറ്റ് സൈഡിൽ, ലെഫ്റ്റിൽ ഗാവനും ആദ്യത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്ന ആളാണ്. കൂടെ നമ്മുടെ കൂടെ ഉള്ളത് പുതിയൊരാളാണ്, അർച്ചന ചേച്ചി. ഞങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളാണ്. ചേച്ചി ഇവിടെ നിലവിൽ മെൻ്റൽ ഹെൽത്ത് സോഷ്യൽ വർക്കായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അർച്ചന ചേച്ചി, അൺമ്യൂട്ടഡ് ലൈഫിൻ്റെ 3rd എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കോൺവെർസേഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ട് തുടങ്ങാം. കഴിഞ്ഞ എപ്പിസോഡ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നഴ്സുമാർ, ഞങ്ങൾക്കറിയാവുന്ന കുറച്ച് UK വർക്ക് ചെയ്യുന്ന നഴ്സുമാരായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ താഴെ കുറച്ചൊരു കമൻസ് ഒക്കെ ആയിട്ട് ചോദിച്ചു, നിലവിൽ UK റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ടോ, ഞങ്ങൾക്ക് ജോലി കിട്ടുമോ, അല്ലെങ്കിൽ വാട്ട്സ് പ്രൊസീജിയർ ടു കം ടു UK ആസ് എ നഴ്സ് എന്ന് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അറിയാവുന്ന പരിമിതമായ അറിവിൽ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. നിലവിൽ റിക്രൂട്ട്മെൻറ്റ് ഭയങ്കര കുറവാണ്. പല ട്രസ്റ്റുകളിലേക്കും നഴ്സുമാരെ എടുക്കുന്ന ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് പലരും നിർത്തി വെച്ചിട്ടുണ്ട്. പലരും കുറവാണ്. പിന്നെ വരുന്ന രീതി എന്ന് വെച്ചാൽ പലരും നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ PG നഴ്സിംഗ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് ഓസ്കി പഠിച്ച് ജോലി കണ്ടുപിടിച്ച് ഏതെങ്കിലും ട്രസ്റ്റിൽ വേക്കൻസി ഉള്ളത് കണ്ടുപിടിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതല്ലാണ്ട് ചിലരെയൊക്കെ നഴ്സിംഗ് വെയിൽസിലൊക്കെ ചില യൂണിവേഴ്സിറ്റീസിലൊക്കെ സ്കോളർഷിപ്പ് കിട്ടി നഴ്സിംഗ് പഠിക്കാൻ വരുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതല്ലാണ്ട് ഇതൊരു പോസിബിലിറ്റി, ഞങ്ങളൊട്ടും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പോസിബിലിറ്റി അല്ല. ഞങ്ങൾക്ക് ഒരുപാട് സ്കാംസ് നടക്കുന്നുണ്ട്. അപ്പം സൂക്ഷ്യം കണ്ടൊക്കെ വരിക. പിന്നെ ചിലരൊക്കെ വളരെ അപൂർവമായിട്ട് ഞങ്ങൾ എനിക്ക് പേഴ്സണലി ആയിരുന്നു ആർക്കും കിട്ടിയിട്ടില്ല. എന്നാലും ചിലയിടത്തൊക്കെ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് ഓസ്കി പഠിച്ച് ജോലി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കിട്ടിയവരുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഞങ്ങളാരും അതൊട്ടും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പം അങ്ങനത്തെ വഴികളുണ്ട് ഇപ്പോഴും. പക്ഷേ ശരിക്കും ആരെങ്കിലും വരാൻ നോക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഏതെങ്കിലും മാർഗ്ഗത്തിൽ UK നഴ്സായിട്ട് വരാൻ നോക്കുന്നുണ്ടെങ്കിൽ ശരിക്കും അന്വേഷിക്കുക. ഇഷ്ടംപോലെ സ്കാംസും ഇഷ്ടംപോലെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ക്യാഷൊക്കെ പോകുന്നുണ്ട്. അപ്പം ശരിക്കും അന്വേഷിച്ച് ഇതൊക്കെ വാലിഡ് ആണ്, ഓക്കെ ഐ ഹാവ് എ ഫ്യൂച്ചർ ഓവർ ദെയർ എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം എന്തെങ്കിലും ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുക. അങ്ങനെ വാലിഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസുമായിട്ട് മാത്രം ബന്ധപ്പെടുക. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കുന്നു നമ്മുടെ കോൺവെർസേഷൻ തുടങ്ങുന്നതിന് മുന്നേ. ഇനി നമ്മുടെ ഇന്നത്തെ കോൺവെർസേഷൻ നമ്മൾ ഈ പറഞ്ഞ പോലെ അർച്ചന ചേച്ചിയാണ് നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ളത്. ചേച്ചി UK മെൻ്റൽ ഹെൽത്ത് സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. നിലവിൽ നാട്ടിലുള്ളവർക്കൊക്കെ ഒരു ഇൻഹിബിഷൻ ഉണ്ടാവും. UK മലയാളികൾ മൊത്തം ഏതർ നഴ്സുമാർ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നഴ്സുമാരുടെ ഹസ്ബൻഡ്സ് മാത്രമാണ് ഉള്ളത് എന്നുള്ളത്. അതല്ലാണ്ട് ഇവിടെ ഇപ്പോൾ ആൾക്കാർ പല മേഖലകളിലേക്ക് ഡൈവേർട്ടായി വരുന്ന ആൾക്കാരുണ്ട്. അപ്പം നാട്ടിലിഷ്ടം പോലെ MSW പഠിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ പലർക്കും ആഗ്രഹം ഉണ്ടാവും, ഹൗ ക്യാൻ ഐ ബി എ സോഷ്യൽ വർക്കർ ഇൻ UK എന്നുള്ളത്. ചേച്ചി ഇപ്പോൾ നിലവിൽ NHS ഒരു ട്രസ്റ്റിൽ സോഷ്യൽ വർക്കായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ചേച്ചി, വെൽക്കം ടു ദി അൺമ്യൂട്ടഡ് ലൈഫ് എപ്പിസോഡ് വൺസ് അഗെയിൻ. ആദ്യം തന്നെ ചേച്ചി എങ്ങനെയാണ് ഇവിടെ ഒരു സോഷ്യൽ വർക്കർ ആയേ? വാട്ട്സ് എ പ്രൊസീജിയർ ബിഹൈൻഡ് ഇറ്റ്? എങ്ങനെയാണ് നാട്ടിൽ MSW പഠിച്ച ഒരാൾക്ക് അത് ഇവിടെ ക്വാളിഫൈഡ് ആണോ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർക്ക് കുറച്ചും കൂടെ അവരുടെ ഫ്യൂച്ചറിലേക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഹായ് അഗെയിൻ, എൻ്റെ പേര് അർച്ചന. സോ ഞാനിപ്പോൾ NHS മെൻ്റൽ ഹെൽത്ത് സോഷ്യൽ വർക്കറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് 2 months ആയിട്ടുള്ള ജോയിൻ ചെയ്തിട്ട്.
ആൻഡ് ഓഫ് കോഴ്സ് നീ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു സോഷ്യൽ വർക്കർ ആവണമെങ്കിൽ സോഷ്യൽ വർക്ക് എന്നൊരു പ്രൊഫഷൻ ഈ കൺട്രിയിൽ ഒരു റെഗുലേറ്ററി പ്രൊഫഷനാണ്. അതേപോലെ തന്നെ സോഷ്യൽ വർക്കിന് ഒരു റെഗുലേറ്ററി ബോഡീസ് ഉണ്ട്. ഈവൻ UK ആസ് എവരിവൺ നോസ്, UK എന്ന് പറഞ്ഞാൽ 4 കൺട്രീസ് ചേർന്നിട്ടുള്ള ഒരു കിങ്ഡമാണ് ഒരു. സോ ഓഫ് കോഴ്സ് സ്കോട്ട്ലാൻഡിന്, വെയിൽസിന്, അതേപോലെ തന്നെ ഇംഗ്ലണ്ടിന്, നോർത്തേൺ അയർലൻഡിന്, ഇവർക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റെഗുലേറ്ററി ബോഡിയാണ്. സോ ഞാൻ ഈ പ്രൊഫഷണലി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത് സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിൻ്റെയാണ്. സോ ഈ ഇംഗ്ലണ്ടിൽ സോഷ്യൽ വർക്കർ ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിൻ്റെ രജിസ്ട്രേഷൻ വേണം. സോ അതൊരു പ്രോസസ്സ് തന്നെയാണത്. അപ്പം എൻ്റെ MSW ഞാൻ കംപ്ലീറ്റ് ചെയ്തത് നാട്ടിൽ നിന്നാണ്, ഇവിടെ നിന്നല്ല. ഇവിടെയും ഓഫ് കോഴ്സ് MSW കോഴ്സുകൾ അല്ലെങ്കിൽ BSW കോഴ്സുകളുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ ക്വാളിഫിക്കേഷൻ ഇന്ത്യയിൽ നിന്നാണ്. ഒരു ചോദ്യം, നാട്ടിലെ MSW ഇവിടെ വാലിഡ് ആണ്? അതും എല്ലാ യൂണിവേഴ്സിറ്റിയുടെ അല്ല. അപ്പം നമ്മൾ സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിൻ്റെ വെബ്സൈറ്റിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ അവർ പറയണ ലിസ്റ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് കോളേജസ് ഉണ്ട്. അവിടെ ആ കോളേജുകളിൽ പഠിച്ച് അല്ലെങ്കിൽ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് അവർ ഇവിടെ എടുക്കുകയുള്ളൂ. ചില എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല ഓഫ് കോഴ്സ് ഏതൊക്കെയാണ്, ചില യൂണിവേഴ്സിറ്റി അവർ ലിസ്റ്റിൽ നിന്ന് ഔട്ട് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. ഭാഗ്യവശാൽ ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി ഇവരുടെ ലിസ്റ്റിലുള്ളതായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഒരു പ്രൊഫഷനിലേക്ക് കയറി വരണം എന്നുള്ള ചിന്ത വന്നത് വളരെ ബാക്കിൽ നിന്നാണ്. അതായത് +1 +2 പഠിക്കുമ്പോൾ യൂഷ്വലി ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും എടുത്ത നല്ലൊരു ഡിസിഷൻ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ +1 +2 ഞാൻ ഹ്യൂമാനിറ്റീസ് എന്നൊരു സബ്ജക്റ്റ് എടുത്തതാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും എടുത്ത നല്ലൊരു ഡിസിഷൻ എന്ന് പറയും. ഓഫ് കോഴ്സ് കുറേ നല്ല ഡിസിഷൻസ് എടുത്തിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്ന ഒരു ഡിസിഷൻ ഇത് തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി കേട്ടിട്ടുള്ള ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, ഇതൊക്കെയാണ്. പക്ഷെ ഞാൻ പഠിച്ചിരിക്കുന്നത് സോഷ്യൽ വർക്ക്. എൻ്റെ മെയിൻ 4 സബ്ജക്റ്റ് സോഷ്യൽ വർക്ക്, സൈക്കോളജി, സോഷ്യോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്. ഞാൻ പഠിച്ചത് ശ്രീ ശാരദ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തൃശ്ശൂരിലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ വളരെ ചുരുക്കം സ്കൂളുകളിലാണ് ഇങ്ങനെ ഈ രീതിയിലുള്ള സ്പെസിഫിക്കേഷൻസ് ആയിട്ടുള്ള കോഴ്സസ്, സബ്ജക്ട്സ് ഉള്ളതെന്ന്. ഞാനെടുത്തത് അപ്പോൾ ഇതുകൊണ്ടാണ്. അവിടെ നിന്നാണ് എനിക്ക് ഈ സോഷ്യൽ വർക്ക് എന്നുള്ള സാധനം എൻ്റെ മൈൻഡിലേക്ക് കയറിയതും അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ വർക്ക് ചെയ്ത് തുടങ്ങിയതും. അതിനുശേഷം ഞാൻ ഡിഗ്രി എടുത്തു. MSW എടുക്കണമെങ്കിൽ എനി ഡിഗ്രി മതി നാട്ടിൽ. സോ ഞാൻ എൻ്റെ ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ ആയിരുന്നു. അതിനുശേഷം ഞാൻ MSWയിലേക്ക് കടന്നു. അത് ഞാൻ ചെയ്തത് ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റ് കാലടിയിലാണ് ചെയ്തത്. അത് UGCക്ക് കീഴിലുള്ള യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് മാത്രമാണ് ഞാനത് ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തത്. പിന്നെ ഫീസും കുറവായിരുന്നു. ഓഫ് കോഴ്സ് UGC അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഫീസ് എനിക്ക് വളരെ കുറവായിരുന്നു. നല്ലൊരു യൂണിവേഴ്സിറ്റിയും കൂടിയാണ്. നല്ല ടീച്ചേഴ്സ്, നല്ല സപ്പോർട്ട് സിസ്റ്റം, നല്ല രീതിക്ക് എല്ലാം കൊണ്ടും നല്ലൊരു യൂണിവേഴ്സിറ്റിയും കൂടിയാണത്. അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് വന്നു. എൻ്റെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 1 ഇയർ ഞാൻ നാട്ടിൽ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് UK വരിക ചെയ്തത്. അത് ഞാൻ വേറൊരു സോഷ്യൽ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേറൊരു കോഴ്സ് എടുക്കാനാണ് വന്നത്. MSc ഗ്ലോബൽ ഹെൽത്താണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതൊക്കെ എടുക്കുമ്പോഴും എൻ്റെ മൈൻഡിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ റെഗുലേറ്ററി ബോഡിയിൽ രജിസ്റ്റേർഡ് ആയിട്ട് എനിക്കിവിടെ ജോലിക്ക് കയറണം എന്ന് എൻ്റെ മൈൻഡിലൊരു പ്ലാൻ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് ഞാൻ വേറൊരു കോഴ്സ് എടുത്ത് ഇങ്ങോട്ട് സ്റ്റുഡൻറ്റ് വിസയിൽ കയറി വന്നത്. അത് ഞാൻ 2022 ഇങ്ങോട്ട് കയറി വന്നത്. സോ ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു, IELTS പഠിച്ചു. ഓക്കെ, അതിലേക്ക് വരാം. ഈ രജിസ്ട്രേഷൻ സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിൻ്റെ രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അവർ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് അവർ പറയുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളതാണ് നമ്മൾ വരുന്ന കൺട്രി, നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് ഈസ് നോട്ട് ഇംഗ്ലീഷ്. നമുക്ക് ആ ഇംഗ്ലീഷ് പ്രൊഫഷൻസ് നമ്മൾ കാണിക്കണം. അത് നമുക്ക് അവർ 2-3 ഓപ്ഷൻ തരുന്നുണ്ട്. എൻ്റെ മൈൻഡിൽ ഇപ്പോൾ ഉള്ളത് IELTS ആണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നത് സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിൽ കൃത്യമായിട്ട് IELTS ഈവൻ ദോ ഇപ്പോൾ ചേച്ചി പഠിക്കാൻ വന്നതിനേക്കാളും സോഷ്യൽ വർക്കേഷൻ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു IELTS വേണമെന്നാണ് എനിക്കും തോന്നുന്നത്. മിക്കവരും മെയിനായിട്ട് എടുക്കുന്നത് IELTS ആണ്. ഞാൻ IELTS എടുത്തത്. ആൻഡ് IELTS അക്കാദമിക് IELTS ആണ് അവർ പറയണത്. കാരണം ജനറൽ വാലിഡ് അല്ല.
അക്കാദമിക് IELTS. നല്ല ഡിഫറൻസ് ഉണ്ടോ? എനിക്കറിയില്ല, ഞാൻ എനിക്ക് എന്തോ ടെസ്റ്റിൽ എന്തോ വ്യത്യാസമുണ്ട്. ഞാൻ ഓഫ് കോഴ്സ് അക്കാദമിക് എടുത്തുകൊണ്ട് എനിക്ക് അക്കാദമിക്കിൻ്റെ കാര്യം അറിയുള്ളൂ. ആൻഡ് അക്കാദമിക് 7 വേണം. പർട്ടിക്കുലർലി ഈ ഓരോ സബ്ജക്റ്റിന് ഇത്ര വേണമെന്ന് അവർ പറയണില്ല, ഓൾ ടുഗെദർ 7 വേണം എന്നുണ്ടായിരുന്നു. പിന്നെ അവർ പറയണത് പറയണ മറ്റൊരു ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 ഇയേഴ്സിന് മുകളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ പ്രൊഫഷനിൽ നിന്ന് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വരുന്നുണ്ടെന്ന് വെച്ചാൽ 2 ഇയേഴ്സ് ഓർ മോർ വരുന്നതെന്ന് വെച്ചാൽ വി ഹാവ് ടു ഡു ഒരു സൂപ്പർവൈസ്ഡ് പ്രാക്ടീസ് ചെയ്യണം 30 ഡേയ്സിൻ്റെ. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമുക്ക് സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ടിന് പ്രൂവ് ചെയ്യണം, ഓക്കെ നമ്മൾ നമ്മുടെ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള രീതിക്ക് ഇവർക്ക് നമ്മൾ എവിഡൻസ് കൊടുക്കണം. അങ്ങനെ എനിക്കതങ്ങനെ കാണിക്കേണ്ടി വന്നു. സ്വാഭാവികമായിട്ട് ഞാൻ അങ്ങനെ സൂപ്പർവൈസ് പ്രാക്ടീസ് ചെയ്തു. അത് ഞാൻ അവരിലേക്ക് കാണിച്ചു. എനിക്ക് അറൗണ്ട് 5.5 months എടുത്തു എനിക്ക് രജിസ്ട്രേഷൻ വരാനായിട്ട്. ഭയങ്കര ലോങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. കാരണം നമ്മൾ ഈ വെച്ച ഡോക്യുമെൻ്റ് അവർ പല കറക്ഷൻസ് തന്നിട്ട് അവർ തിരിച്ചയക്കും, അത് നമ്മൾ കറക്റ്റ് ചെയ്ത് അങ്ങോട്ട് അയക്കണം. അങ്ങനെ ഒരു ലോങ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഫീസ് ഉണ്ട് ഇതിന്. എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 500 സംതിങ് ഫീസ് വരുന്നുണ്ട്. 500 സംതിങ് പൗണ്ട്സ് ഫീസ് വരുന്നുണ്ട്. ജസ്റ്റ് അപ്ലിക്കേഷൻ ഫീസ്. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെ പോവും. ഓർ നമുക്ക് അക്സെപ്റ്റൻസ് കിട്ടുകയാണെങ്കിൽ വി ഹാവ് ടു പേ അഗെയിൻ മോർ ദാൻ 100 pounds നമ്മൾ വീണ്ടും പേ ചെയ്യണം. കണ്ടിന്യൂ നമ്മൾ രജിസ്റ്റേർഡ് നമ്പർ കിട്ടാൻ വേണ്ടി വീണ്ടും നമ്മൾ പേ. സോ ഇത്ര നമുക്ക് പേ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇത്രയധികം ഒരു കാശ് ഇതിന് വേണ്ടി വരുന്നുണ്ട്. പിന്നെ അതിന് ശേഷമാണ് സോ ഓഫ് കോഴ്സ് എനിക്ക് ലാസ്റ്റ് മെയിലാണ് എനിക്ക് രജിസ്ട്രേഷൻ കിട്ടിയത്. ഇവിടെ UK ഇതൊരു റെഗുലേറ്ററി വർക്ക് ആയതുകൊണ്ടും ഇതിന് കൺട്രോൾ ചെയ്യുന്ന ഒരു ബോഡി ഉള്ളതുകൊണ്ടും നമുക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈവൻ നമ്മൾ ജോബ് അപ്ലിക്കേഷൻസ് ഇടുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം ആർ യു രജിസ്റ്റേർഡ് അണ്ടർ സോഷ്യൽ വർക്ക് ഇംഗ്ലണ്ട് ആണോന്ന്. ഞാൻ അറിയാം. ഇപ്പോൾ ഇത് കോഴ്സ് പഠിക്കാൻ വന്നതെന്ന് പറഞ്ഞു, കോഴ്സിൻ്റെ കൂടെ തന്നെ ചെയ്യണോ അതോ കോഴ്സ് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ കോഴ്സ് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് കോഴ്സിൽ ഫോക്കസ് ചെയ്യണമായിരുന്നു. കാരണം പറയണോണ്ട് അത് പറയുന്നത് എത്രത്തോളം ശരിയാണോ തെറ്റാണോ എനിക്കറിയില്ല. ഇവിടെ നമ്മൾ കോഴ്സിൽ എന്തെങ്കിലും നമുക്ക് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊന്ന് ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഇവിടെ നിലനിൽപ്പിനെ അത് ബാധിക്കും. എനിക്ക് എൻ്റെ മുന്നിലോട്ടുള്ള ആ ഒരു PSW എന്ന് പറഞ്ഞ സാധനം, അതായത് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ 2 yearsന് എനിക്ക് കിട്ടണമെങ്കിൽ ഓഫ് കോഴ്സ് ഐ ഹാവ് ടു പാസ് ദിസ് കോഴ്സ്. എൻ്റെ മെയിൻ ഫോക്കസ് അപ്പോൾ അതായിരുന്നു. അതായത് ഈ പറഞ്ഞ പ്രോസസിംഗ് പീരീഡ് ഉണ്ടെങ്കിൽ ആ പീരീഡ് ഇവിടെ സർവൈവ് ചെയ്താലേ ബേസിക്കലി നമുക്ക് പിന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അത് സർവൈവ് ചെയ്യണമെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഇപ്പോൾ ആലോചിച്ചത് കൂടുതൽ ഫോക്കസ് അതിന് കൊടുക്കാമെന്നായിരുന്നു. എൻ്റെ നാട്ടിൽ നിന്ന് കയറി വരുമ്പോൾ എൻ്റെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇതിനൊപ്പം തന്നെ നമുക്കിത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് എളുപ്പമുള്ള പണിയല്ല. കാരണം നാട്ടിൽ പഠിപ്പിക്കുന്ന പോലെ അല്ല ഇവിടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഭയങ്കര ഡിഫറെൻറ്റാണ്. നമുക്ക് നാട്ടിൽ സ്പൂൺ ഇങ്ങനെ കഴിച്ചോ പെട്ടെന്ന് സ്പൂൺ ഫീഡ് ചെയ്യണ പോലെ ഇവിടെ തരുന്നില്ല. നമ്മൾക്ക് നമ്മുടെ അസൈൻമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്യണം. ഈവൻ അവർ എക്സ്പെക്റ്റ് ചെയ്യണത് നമുക്കൊരു റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അസൈൻമെൻറ്റ്സ് നമ്മൾ നാട്ടിൽ ചെയ്യണ പോലെ കോപ്പി പേസ്റ്റ് ചെയ്തതല്ല. നമ്മളത് ഓരോ അസൈൻമെൻറ്റും റിസർച്ച് ടൈപ്പിലാണ് നമ്മൾ ചെയ്തു വരുന്നത്. നമ്മൾ ചെയ്യണത് ഇപ്പോൾ നമ്മൾ ഇന്ന സ്ഥലത്ത് നിന്ന് നമ്മളൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ അത് പക്കായിട്ട് അത് റെഫർ ചെയ്ത് അടക്കം നമ്മൾ കൊടുക്കണം. അപ്പോൾ അത്രയും അതിനൊരു വേ ഓഫ് എന്താ പറയുക ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് ഫോളോ ചെയ്തിട്ടൊക്കെ ചെയ്യാം. അപ്പം എനിക്ക് മനസ്സിലായി ഇത് ഈസി അല്ല എന്നുള്ള കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു കോഴ്സിലായിരുന്നു ഫോക്കസ് ചെയ്തു. 1 year കോഴ്സ് പക്ക ഒരു 1 year കോഴ്സ് ആയിരുന്നു. ഒരു കാര്യം കൂടെ എല്ലാവർക്കും ചെല്ലുണ്ടാകുന്ന ഈ കോഴ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇവിടെ രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്? ഒരാവശ്യമില്ല. പക്ഷേ ഇവിടെ വരാൻ വേണ്ടൊരു രീതി ഞാൻ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അതും എനിക്ക് ചോദിക്കാല്ലേ ചേച്ചി ചിലപ്പോൾ അറിയില്ല, എനിക്കും അറിയില്ല. ഇവിടെ നിന്ന് UK നിന്നുകൊണ്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ രജിസ്ട്രേഷൻ? അങ്ങനെയൊന്നുമില്ല. നാട്ടിൽ നിന്ന് എനിക്ക് അറിയണ ഒരു 2-3 പേര് നാട്ടിൽ MSW കഴിഞ്ഞിട്ട് അവിടെ വർക്ക് ചെയ്തിട്ട് ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവിടെ രജിസ്ട്രേഷൻ എടുത്ത് കയറി വന്നവരുണ്ട്. നാട്ടിൽ നിന്ന് രജിസ്ട്രേഷൻ എടുത്തു നമുക്ക് എടുക്കാം. അപ്പോൾ അവരെങ്ങനെ ഇങ്ങോട്ട് വന്നു? IELTS എഴുതി രജിസ്ട്രേഷൻ കിട്ടി. അല്ല സ്റ്റിൽ ജോലി കിട്ടിയിട്ടാ വന്നത്. അവരെ നാട്ടിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കി അപ്ലൈ ചെയ്ത് ജോലി കിട്ടി, അവിടെ സ്പോൺസർഷിപ്പ് കിട്ടി കയറി വന്നവരുണ്ട്. ജോബ് വിസയിൽ കയറി വന്നത്. കാരണം സോഷ്യൽ വർക്ക് എന്നൊരു പ്രൊഫഷൻ ഇവിടെ ഒരു ഹൈ സ്കിൽഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ സ്പോൺസർഷിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞ പോലെ പാടാണ്. നേഴ്സുമാർക്ക് കിട്ടുന്ന പോലെ അത്ര ഈസി അല്ല. കാരണം
എനിക്ക് ആ ഒരു ഫീൽഡിനെ കുറിച്ച് അറിയില്ല. അവിടെ മാസ് റിക്രൂട്ട്മെൻറ്റ്സ് നടന്നിരുന്നു നേഴ്സസിന് വേണ്ടിയിട്ട്. പക്ഷേ സോഷ്യൽ വർക്കർ എന്നൊരു സോഷ്യൽ വർക്ക് സ്പെസിഫിക് ആയിരിക്കുമല്ലോ, ഒരു ഹ്യൂജ് നമ്പർ ഓഫ് പീപ്പിൾ അല്ലോ എടുക്കുന്നത്. എടുക്കണില്ല കാരണം അത് ഓരോ ഫീൽഡ് ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ പടർന്ന് കിടക്കണോണ്ട് ആ രീതിക്ക് ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. എനിക്ക് അറിയണ വളരെ ചുരുക്കം 3-4 പേരാണ് എനിക്ക് അവിടെ നിന്ന് നേരിട്ട് കയറി വന്നവർ എനിക്ക് പേഴ്സണലി അറിയുള്ളൂ. കയറി വന്നവരുണ്ടാവും, അതിലും കൂടുതൽ കയറി വന്നവരുണ്ടാവാം, അന്ന് കയറി വരാത്തവരും ഉണ്ട്. രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് ക്രൈറ്റീരിയാസ് ഉണ്ടോ? നമുക്കിപ്പോൾ 500 പൗണ്ട്സിന് എന്തോ ചെയ്തു എന്ന് പറഞ്ഞില്ല രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടി, അതിന് എന്തൊക്കെ ക്രൈറ്റീരിയാസ് ഉണ്ടോ? ചേച്ചി നേരത്തെ പറഞ്ഞ IELTS വേണം, പിന്നെ സൂപ്പർവൈസിങ് അല്ല അത് ഗ്യാപ്പ് ഇയർ ഉണ്ടെങ്കിൽ മാത്രം സൂപ്പർവൈസർ സ്കിൽസ് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഗ്യാപ്പ് ഇയർ ഇല്ലെങ്കിൽ നമുക്ക് നേരിട്ട് രജിസ്ട്രേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. വേറെ സർട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഇത്ര അവർ നമ്മൾ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ ഇത്ര ഇയർ എക്സ്പീരിയൻസ് വേണം അങ്ങനെയൊന്നും അവർ പറയണില്ല. നമുക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ മതി എന്നാണ് അവർ പറയണത്. ആ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. പലരും ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞതോ രജിസ്ട്രേഷൻ എടുക്കണവരുണ്ട്. പക്ഷേ എനിക്കറിയണ ഒരു ഫ്രണ്ട് ഉണ്ട്, രജിസ്ട്രേഷൻ കഴിഞ്ഞ വർഷം എടുത്തതാണ്. ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, നല്ല രീതിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ, അവന് നല്ല ജോബ് നോളേജ്, ഈ ഒരു സെക്ടറിനെ കുറിച്ച് ഭയങ്കര ഏതെങ്കിലും നോളേജ് ഉണ്ട്, സബ്ജക്ട് നോളേജ് ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. പക്ഷേ സ്റ്റിൽ ആൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ കിട്ടാതെ കഷ്ടപ്പെട്ട് അവിടെ നിൽക്കുന്നവർ ഈ ഒരു പ്രൊഫഷനിൽ ഉണ്ടവരുണ്ട്, പക്ഷെ അന്ന് കയറി വരുന്നവരുണ്ട്. അത് എന്താ പറയാ, അത് ലക്കും അതിലൊരു ഫാക്ടറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു പ്രൊഫഷനിൽ. ഇനി ജസ്റ്റ് ചേച്ചി പറഞ്ഞ കാര്യം കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ബാക്കി പ്രൊസീജിയർ എന്തായിരുന്നു? ചേച്ചി അത് കോഴ്സ് കഴിഞ്ഞ് രജിസ്ട്രേഷൻ ഫോളോ അപ്പ് ചെയ്തു, രജിസ്ട്രേഷൻ കാര്യങ്ങൾ രജിസ്ട്രേഷൻ കിട്ടിയ ആ ഒരു ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്ത രജിസ്ട്രേഷൻ കിട്ടുന്നു. അത് കഴിഞ്ഞ് ജോലിയിലേക്കുള്ള ഫോളോ അപ്പ് എങ്ങനെയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അഫ്കോഴ്സ് ഈ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്, ആ നമ്പർ നമുക്ക് വേണം. അപ്പോൾ എനിക്ക് മെയിൽ ഇത് കിട്ടിയതും പിന്നെ കാരണം എൻ്റെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ തീരേണ്ടത് ഈ January 6th സോ മെയിൽ എനിക്ക് രജിസ്ട്രേഷൻ കിട്ടി. പിന്നെ ഞാൻ കിട്ടിയ അപ്പം തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ജോബ് അപ്ലിക്കേഷൻസ്. ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാനൊരു 150ഓളം അപ്ലിക്കേഷൻസ് ഇട്ടിട്ടുണ്ട്. അത്രയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സോഷ്യൽ വർക്കേഴ്സിന് ഇവിടെ. ഞാൻ എന്തോരം അപ്ലൈ ചെയ്തു എന്ന് എനിക്ക് തന്നെ അറിയാം. ഭയങ്കര ഒരു ഓവർവെൽമിംഗ് ആയിട്ടൊരു പ്രോസസ്സായിരുന്നു അത്. ഞാൻ അത്രയും ഈ 150-150ഓളം ജോബ് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് വെറും 5 ഇൻ്റർവ്യൂ വിളിച്ചത്. അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു എനിക്ക്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇത്ര കുറവ് ഇൻ്റർവ്യൂവിനായിരിക്കും വിളിക്കുക. 5 ഇൻ്റർവ്യൂവിനാണ് എന്നെ വിളിച്ചത്. അഫ്കോഴ്സ് എനിക്ക് ഇവിടെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള അറ്റൻഡ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസസ് വളരെ കുറവായതുകൊണ്ടും ആദ്യത്തെ 2-3 വളരെ ഫ്ലോപ്പായി പോയി. ഫ്ലോപ്പാവല്ല, അവർ പറയാം എനിക്ക് പുതിയ നാട്ടിലെ പോലെ അല്ലല്ലോ ഇവിടെ ഇന്റർവ്യൂ ടോട്ടലി ഡിഫറെന്റ്. ഒരു സ്ട്രക്ചർ ഉണ്ട്, അഫ്കോഴ്സ് ഒരു സ്ട്രക്ചർ ഉണ്ട് ഇൻ്റർവ്യൂവിന്. പക്ഷേ ഓരോ കൗൺസിലുകളിലാണല്ലോ മെയിനായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. കൗൺസിലുകൾക്കും വേണ്ട എന്താ പറയുക സ്പെസിഫിക് നീഡ്സ് അവർ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ ആ രീതിക്കാണ് അവർ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ചാർട്ട് ചെയ്തിട്ടുള്ളത് അവർ ചോദിക്കുന്നത് അങ്ങനെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് പഠിച്ച് പോയ പോലെ അല്ല അപ്പുറത്തെ ഇൻ്റർവ്യൂവിൽ അവർ ചോദിക്കുന്നത്. ഓഫ്കോഴ്സ് സ്കിനാരിയോസ് നമുക്ക് പല രീതിക്ക് മാറ്റി പറയാമെന്ന് വെച്ചാലും ടഫ് തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരു 5 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിലാണ് എനിക്ക് 2 ഇൻ്റർവ്യൂവിനാണ് കിട്ടിയത്. ആൻഡ് ഞാൻ ഓപ്റ്റ് ഔട്ട് ചെയ്തത് ഇപ്പോൾ വർക്ക് ചെയ്യണ ഈ സ്ഥലത്താണ്, NHSലാണ് ഞാൻ ഓപ്റ്റ് ഔട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇപ്പം നിലവിൽ സോഷ്യൽ വർക്കറായി വർക്ക് ചെയ്യുന്നു. കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു വലിയൊരു ഇൻഫർമേഷൻ ആയത് ഈ സോഷ്യൽ ലൈക്ക് റാദർ ദാൻ നഴ്സസ്, റാദർ ദാൻ ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ദർ ഈസ് പ്ലെൻറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദിസ് സ്പേസ്. UK വരുന്നത് ജസ്റ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ വേണ്ടി, ചേച്ചി ഇപ്പോഴും ഹോസ്പിറ്റൽ, പക്ഷേ ഹോസ്പിറ്റലാണെങ്കിൽ പോലും അതിൻ്റെ വേറെ സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അത് വലിയൊരു ഇൻഫർമേഷൻ എനിക്ക് വന്നത്. കാരണം എനിക്കറിയാവുന്ന ഒത്തിരി ഫ്രണ്ട്സ് തന്നെയുണ്ട് നാട്ടിൽ. MSW പഠിക്കുന്നവരുടെ നമ്പർ ഭയങ്കര ഹൈ ആണ്, അത് നോർമലി അത്യാവശ്യം ഹൈ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അവർക്ക് ഇങ്ങനത്തെ കൺട്രീസിലൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് അറിയുന്ന അവർക്ക് ഭയങ്കര വലിയൊരായിരിക്കും. ഇനി അടുത്തൊരു ചേച്ചി വർക്ക് ചെയ്യുന്നത്, എനിക്കറിയാം ചേച്ചിനെ കുറച്ചുള്ള അറിയാവുന്നത് തന്നെ, ചേച്ചി വർക്ക് ചെയ്യുന്നത് മെൻ്റൽ ഹെൽത്ത് ഫീൽഡിലാണ്. മെൻ്റൽ ഹെൽത്ത് സോഷ്യൽ വർക്കറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാലഘട്ടമാണിത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഞാനും ഞങ്ങളുടെ 2-3 ഫ്രണ്ട്സും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവളിങ്ങനെ ഞങ്ങളുടെ അടുത്ത് പറയുകയാണ്, എടാ ഞാൻ കഴിഞ്ഞ ദിവസം ചുമ്മാ തമാശയ്ക്ക് ഡിപ്രഷനായി പോയിന്ന് വേറെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞു, നിനക്കൊക്കെ എന്ത് ഡിപ്രഷൻ ഉണ്ടായിട്ടാണ്, നീ ഡിപ്രഷൻ്റെ അർത്ഥം നിനക്കറിയോ? ലൈക്ക് അങ്ങനെ മെൻ്റൽ ഹെൽത്തിനെ അത്രയും കൂടെ ഈസി ഗോയിങ് ആയിട്ട് കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നുന്നത് അതിന് നല്ലൊരു വശമുണ്ട്. കാരണം മെൻ്റൽ ഹെൽത്തിന് അത്രയും ആൾക്കാർ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യം പണ്ട് ഡിപ്രഷൻ എന്താണെന്ന് ചോദിച്ചാൽ ആൾക്കാർക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ മാനസിക രോഗം എന്ന് വെച്ചാൽ വട്ടാണെന്ന് മാത്രം വിചാരിക്കുന്നിടത്ത് നിന്ന് ഓക്കെ ഇങ്ങനത്തെ കുറേ
വ്യത്യാസങ്ങളുണ്ട്, ഡിപ്രഷനുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പം അതൊരു പോസിറ്റീവ് സൈഡാണ്. പിന്നെ നെഗറ്റീവ് സൈഡ് എല്ലാത്തിനെയും അതായി കാണുന്നു എന്ന് ചുമ്മാ തമാശക്കാനുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നു എന്നത് വേണമെങ്കിൽ നെഗറ്റീവ് സൈഡായി കാണാം. പക്ഷേ അതിന് അങ്ങനെ കാണുന്നുണ്ട്. അപ്പം UK ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ തന്നെ ഇപ്പം വീട്ടുകാരെയും നാട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെയൊക്കെ മെൻ്റൽ ഹെൽത്ത് ചില സമയത്തൊക്കെ എത്രത്തോളം വോഴ്സ് ആവുന്നു എന്നുള്ളത് നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്. ചില സമയത്ത് എല്ലാം കയ്യിൽ നിന്ന് കൂടാന്നൊക്കെ ഞങ്ങൾ പലപ്പോഴും ചായയുടെ പുറത്തുള്ള കോൺവെർസേഷനിൽ പറയാറുള്ള കാര്യമാണ്. ചേച്ചിക്ക് എന്താ തോന്നുന്നത്? ലൈക്ക് അല്ലെങ്കിൽ ചേച്ചീനേക്കാൾ എനിക്ക് തോന്നുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ പറയാം, മെൻ്റൽ ഹെൽത്ത് നമ്മുടെയൊക്കെ കാര്യത്തിൽ ഇവിടെ UK എങ്ങനെ സർവൈവ് ചെയ്യുന്നത്? മെൻ്റൽ ഹെൽത്ത് വൈസ് നിങ്ങളൊക്കെ ഹെൽത്തി ആണോ? അത് ഡിപ്പെൻസ് അപ്പോൾ നമ്മൾ ഏത് സർക്കിളിലാണ്, ആരുടെ കൂട്ടത്തിലാണ് നിൽക്കുന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒറ്റയ്ക്കാണ് വന്നത്, ഫ്രണ്ട്സൊന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്നിട്ടാണ് ഫ്രണ്ട്സിനെയൊക്കെ ഫൈൻഡ് ചെയ്യുന്നത്, ജോലി കിട്ടാനുള്ളത്. ആദ്യത്തെ ഒരു സർവൈവിങ് പീരീഡ് അതെല്ലാവർക്കും ഒരുപോലെ അല്ല, എല്ലാവർക്കും വ്യത്യാസമാണ്. എനിക്കിപ്പോൾ വന്നിട്ട് ഒരു 5 ഡേയ്സിനുള്ളിൽ എനിക്ക് ആദ്യത്തെ ജോലി കിട്ടി UK എത്തിയ പിന്നെ. പക്ഷേ ആദ്യത്തെ 3 മാസം കഴിഞ്ഞിട്ട് ജോലി കിട്ടാത്ത ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ അവർക്ക് ഭയങ്കര സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരിക്കും അത്. എനിക്കും ജോലി കിട്ടുക എന്നുള്ളത് മാത്രമല്ല, അതിലവിടെ കണ്ടിന്യൂ ചെയ്യുക, ആ ജോലി നമുക്ക് ഇഷ്ടപ്പെടുക ഇല്ലയോ എന്നുള്ളതല്ല, അതിൽ സർവൈവ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. പിന്നെ നമുക്ക് ഇഷ്ടം ഇപ്പം ഇൻ്റർവ്യൂവിൻ്റെ കാര്യമെല്ലാം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഞാൻ PSW പീരീഡ് ആയിരുന്നപ്പം ഓക്കെ എനിക്ക് എൻ്റെ കോഴ്സുമായിട്ട് റിലേറ്റഡ്, ഞാൻ പഠിച്ച നാട്ടിൽ എഞ്ചിനീയറിംഗ് ചെയ്തത്, റിലേറ്റഡായിട്ടൊരു ജോലി കിട്ടണമെന്നോർത്ത് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ട് തുടങ്ങിക്കൊണ്ടിരുന്നു. അപ്പം ആ സമയത്ത് ഇവിടുത്തെ റൂൾസും കാര്യങ്ങളൊന്നും വലിയതായിട്ട് ചേഞ്ച് ആയി തുടങ്ങിയിട്ടില്ല. പക്ഷേ ഞാൻ കോഴ്സ് എടുത്ത് വന്ന സമയത്ത്, പക്ഷേ ഞാൻ കോഴ്സ് കഴിഞ്ഞ് എൻ്റെ PSW സ്റ്റാർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഒരു PSWൻ്റെ ഒരു ആദ്യത്തെ ഒരു 6 മാസമൊക്കെ ആയപ്പോഴത്തേന് റൂൾസ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു എന്താ പറയണ്ട, ഇനി ഇങ്ങനെ പോയാൽ പോരാ, ഇച്ചിരി പുഷ് ചെയ്യണം, ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്യണം എന്ന് ഓർത്ത് ഞാൻ ഒരു എന്താ പറയുക കൂടുതൽ ജോലിക്ക് അപ്ലൈ ചെയ്യുക, അതിനുവേണ്ടി കൂടുതൽ സമയം കണ്ടെത്തി അതിനുവേണ്ടി ഇരിക്കാൻ തുടങ്ങിയത്. പക്ഷേ അപ്പോൾ തന്നെ റൂൾസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയി വന്നിരുന്നു. ആ സമയം ഞാൻ പറഞ്ഞ പോലെ ഞാൻ 100-200 ആപ്ലിക്കേഷൻസ് NHS മാത്രമായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ മെൻ്റൽ ഹെൽത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഭയങ്കര വേഴ്സായിരുന്നു. നമ്മളൊരു ഇത്രയും അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു ഇൻ്റർവ്യൂവിനും വിളിക്കുന്നില്ല. അവസാനം വിളിച്ചു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവിടെ ചിലപ്പം ഫെയിലാവും. അപ്പോൾ ഇത് ഓരോന്നും ഓരോ ലേണിംഗ് പ്രോസസ്സായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അവസാനം ഇത് കുറേ ഇത്രയും അപ്ലൈ ചെയ്ത് ഇത്രയും ഇൻ്റർവ്യൂവിന് വിളിച്ച് ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടാണ് അവസാനം ഒരു ജോലി കിട്ടുന്നത്. സോ അത് കിട്ടിക്കഴിഞ്ഞാലും അടുത്ത ഹഡിൽ എന്ന് പറഞ്ഞാൽ സർവൈവ് ചെയ്യുന്നുള്ള അതിലേക്ക് വിസ കിട്ടുക എന്നുള്ളതാണ്. സോ ഇത് ഞാൻ മാത്രം, എനിക്ക് വന്നാൽ UK വരുന്ന സ്റ്റുഡൻ്റായിട്ട് വരുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന കാര്യമാണ്. ഇത് മെൻ്റൽ ഹെൽത്ത് ലൈക്ക് അവരുടെ എല്ലാ എനിക്ക് ഫ്രണ്ട്സായിട്ടുള്ളവരും മിക്ക സ്റ്റുഡൻസ് ആയതുകൊണ്ട് അവർ പുറത്തേക്ക് കാണിച്ചില്ലേ പോലും പലരുടെയും മെൻ്റൽ ഹെൽത്തിനെ നല്ലപോലെ ബാധിക്കുന്നില്ലേ ഇത്? കാരണം അവരുടെ ഫ്യൂച്ചർ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ ഫ്രണ്ട്സായിട്ടാണ് വരുന്നത്, അല്ല ഇവിടെ നമ്മൾ ഫ്രണ്ട്സ് കുറേ ആയി, നമ്മളൊരു വീട്ടിലൊരു ഫ്രണ്ട്സൊക്കെ താമസിക്കുകയാണ്. നമ്മൾ ആ വീട്ടിൽ ചെല്ലുമ്പം നമ്മളെല്ലാവരും കളിച്ചും ചിരിച്ചും നമ്മുടെ നല്ല രീതിയിലായിരിക്കും. പക്ഷേ നീ ഒരു ഇൻഡിവിജ്വലായിട്ട് നിൻ്റെ കാര്യം നോക്കുമ്പം നിൻ്റെ ലൈഫിൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അത് എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ എല്ലാവരും ഒരു കൂട്ടത്തിൽ ഇരിക്കും, ചിലപ്പോൾ ചർച്ച ചെയ്ത് വരത്തില്ല. പക്ഷേ ഒരു PSWൻ്റെ ഒരു 2 വർഷം കഴിയുമ്പം നിനക്കിവിടെ നിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എപ്പോഴും ഒരു ചോദ്യമായിരിക്കും. സോ എനിക്ക് തോന്നുന്നത് എല്ലാവരും ആ ഒരു കാര്യത്തിൽ എപ്പോഴും ടെൻസ്ഡാണ്, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതൊരു ഭയങ്കര എന്താണ് ഡിപ്രഷനിലേക്കോ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചാൽ ഇപ്പം കോഴ്സ് കഴിഞ്ഞ് പലരും നാട്ടിലേക്ക് തിരിച്ചു പോയി തുടങ്ങിയിട്ടുണ്ട്. സോ അവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ വളരെ എന്താ പറയുക, ചിലർ ഓക്കെ വേറെ ഓപ്ഷൻ ഉണ്ട്, അവർ ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നവരുണ്ട്. അവർക്ക് ഇവിടെ വന്നൊരു എക്സ്പീരിയൻസ് കിട്ടി, ഇവിടെ ഇത്ര ജോലിയുടെ എക്സ്പീരിയൻസ് ഇട്ടുണ്ടാവും. അപ്പോൾ അത് അവർക്ക് നാട്ടിലും പോയിട്ട് ബെറ്ററായിട്ട് ചെയ്യാൻ. ചിലർ ഇവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഇഷ്ടമില്ലാത്ത ജോലിയാണെങ്കിൽ പോലും അത് ഓപ്റ്റ് ചെയ്ത് ചെയ്യുന്നവരുണ്ടാവും. സോ അതങ്ങനെയാണ്. ഇനി ഇതിൻ്റെ വേറൊരു വെർഷൻ, ഓക്കെ ഓഫ്കോഴ്സ് വിസ കിട്ടുന്ന പറയാന്നുള്ളത് വേറൊരു രീതിയിൽ ടെൻഷനാണ്. അപ്പം ഗ്യാവിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പം 3 കൊല്ലത്തേക്ക് സെക്യൂർഡ് ആണ്, 3 കൊല്ലത്തേക്ക് വിസ ഉണ്ട്, അപകടമുണ്ട്. പക്ഷേ സ്റ്റിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഷോകം ആവാൻ ചാൻസ് ഉള്ള ഒരു പീരീഡാണ്. നമ്മൾ നാട്ടിൽ പോയിട്ട് വരുമ്പം അല്ലെങ്കിൽ വീട്ടുകാരൊന്ന് വിളിക്കുമ്പം ചില സമയത്തൊക്കെ ഞാൻ ഓർക്കാറ്, ഞാൻ എപ്പോഴും വളരെ അപൂർവമായ സാധനങ്ങൾ എൻ്റെയും ഈ പറഞ്ഞ പോലെ കയ്യിൽ നിന്ന് പോകുന്ന സമയത്ത് പറയാറുണ്ട്, എന്തൊക്കെയോ സർവൈവ് അല്ലെങ്കിൽ എന്തൊക്കെയോ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉള്ളതും കൂടെ പോയോ, ലൈക്ക് ഫിനാൻഷ്യലി അല്ല, ബാക്കി കാര്യങ്ങൾ ലൈക്ക് എൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്സ്, എൻ്റെ ഫ്രണ്ട്ഷിപ്സ്, എൻ്റെ ഫാമിലി ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്, ആ കാര്യങ്ങളൊക്കെ പോയോ എന്ന് ചില സമയത്തൊക്കെ എനിക്ക് തന്നെ തോന്നാറുണ്ട്. അപ്പം ഈവൻ ഗ്യാവൻ നമ്മളെ കോൺസെപ്റ്റിലൊക്കെ നമ്മൾ പറയുന്നത് നാട്ടിൽ നിന്ന് പോയിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര വിഷമമാണ്. ഗ്യാവൻ്റെ അമ്മയായിട്ട് എനിക്ക് കോൺടാക്റ്റിലുണ്ട്, ഗ്യാവൻ അമ്മേനെ എത്തുള്ള മിസ് എനിക്കറിയാം. അപ്പോൾ ആ രീതിയിൽ ഫാമിലി ആയിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് മാറുമ്പോൾ, ലോങ് ഡിസ്റ്റൻസിലേക്ക് മാറുമ്പോൾ അത് മെൻ്റൽ ഹെൽത്തിനെ ഒക്കെ എത്രത്തോളം എഫക്ട്? എനിക്കിപ്പോൾ ഫാമിലി ആയിട്ടെന്ന് പറഞ്ഞാൽ ഫാമിലിയുടെ അറ്റാച്ച്മെൻറ്റ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കൂടുക ചെയ്തത്. കാരണം നമ്മൾ നാട്ടിലാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല, ഫുൾ ടൈം ഫാമിലിയുടെ ഒപ്പമാണ് ഇതൊക്കെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഫ്രണ്ട്സ് ഉണ്ട്, ഒബ്വിയസ്ലി ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ് ഞാൻ വന്നതെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കുറേ
നമുക്ക് സംഭവങ്ങളിലെല്ലാം നമ്മൾ ഒറ്റയ്ക്കാവണ പോലെ. അപ്പോൾ നമ്മൾ ഫാമിലി ഇപ്പോൾ ഡെയിലി ഞാനിപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിലാണ് ടൈമിൽ ഡെയിലി ഞാൻ മമ്മിയോട് അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. ബട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ ഡെയിലി ഞാൻ വീട്ടിലേക്ക് വിളിക്കും, സംസാരിക്കും. അതൊക്കെ തന്നെ നമുക്ക് റിലീഫുൾ. കൂട്ടുകാർ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഫാമിലി ആയിട്ട് തന്നെയാണ് സംസാരിക്കാനും എല്ലാം പറ്റുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ വന്ന് ഇപ്പോൾ എൻ്റെ ഒരു കേസിലും ഞാനിവിടെ വന്നപ്പോൾ മാർക്കറ്റിംഗ് ആണ് ഞാൻ ഇവിടെ എടുത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു മാർക്കറ്റിംഗ് രീതിക്ക് തന്നെ ജോലിക്ക് കയറാം. ഞാൻ ഇൻ്റർനാഷണൽ ലക്ഷറി മാർക്കറ്റിംഗ് ആണ്, അപ്പോൾ ഒരു ലക്ഷറി ബ്രാൻഡ് ഫീൽഡിൽ ജോലിക്ക് കയറാമെന്ന രീതിക്കാണ് ഞാൻ വന്നത്. അപ്പോൾ ഓപ്ഷൻസ് ഉണ്ടായി. PSW ഉണ്ട്, PSWയുടെ ടൈമിൽ നോക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ PSW ടൈമിൽ ഇതേപോലെ കുറേ ജോലിക്ക് അപ്ലൈ ചെയ്തു. അവസാനം എനിക്കൊരു സ്ഥലത്ത് കിട്ടി. ബട്ട് ഇവിടെ UK മെയിൻ ഒരു പ്രശ്നമാണ് റൂൾസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഓൾറെഡി ആ കമ്പനിയിൽ നിന്ന് സ്പോൺസർഷിപ്പ് തരാമെന്ന് പറഞ്ഞായിരുന്നു. ലാസ്റ്റ് മിനിറ്റിലായിരുന്നു റൂൾസ് മാറി, സാലറി ക്രൈറ്റീരിയ മാറിയത്. അതും എൻ്റെ അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ കയ്യിൽ വെറും 6 months ഉള്ളൂ എൻ്റെ PSW തീരാനും. വേറെ എനിക്ക് ഓപ്ഷൻ ഇല്ല. കാരണം അവിടെ നിന്ന് എന്തായാലും വിസയും കിട്ടില്ല. നാട്ടിൽ പോകണം. നാട്ടിൽ പോയാലും ഞാൻ ഫ്രഷറാണ്. അപ്പോൾ നാട്ടിൽ പോയാലും നമുക്കറിയാം ഒരു സ്റ്റാർട്ടിങ് 15,000 കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ പാർട്ട് ടൈം ചെയ്തതിന് ഇത്രയൊക്കെ ഇത് ചെയ്തിട്ടും പിന്നെ നാട്ടിൽ പോയി, പിന്നെ ടൈം നമ്മുടെ അത്രയും പോയി. കാരണം ഒരു 3 years ആയി കോഴ്സും കഴിഞ്ഞ് PSW. പിന്നെയാണ് ഞാൻ ഭാഗ്യത്തിന് ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്തു, കിട്ടി. പക്ഷേ ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്ത് കിട്ടിയതും ഞാനിപ്പോൾ കെയറായിട്ട് വർക്ക് ചെയ്യണം. ബട്ട് എൻ്റെ ഫീൽഡേ ഡിഫറെൻറ്റാണ്. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ തീരുമാനിച്ച് ഇവിടെ കെയറായിട്ട് വർക്ക് ചെയ്യേണ്ട പറ്റില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. ബട്ട് അപ്പോൾ എനിക്ക് ടോട്ടലി ഇതായിപ്പോയി, ഒരു ഡിപ്രഷൻ പോലെ ആയി തന്നെ ആയിപ്പോയി. കാരണം എനിക്ക് പഠിച്ച രീതിക്കില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോയി, എനിക്ക് വിസ കിട്ടി നാട്ടിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നു. ആ ടൈമിൽ ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ ഇനിയുടെ 3 കൊല്ലം ഞാൻ ഈ പണി തന്നെ ചെയ്യണം, കെയർ തന്നെ ചെയ്യണം. കാരണം ബാക്കി ഇവിടെ ഫുള്ളി ഇപ്പോൾ റൂൾസ് മാറി. എന്തായാലും എനിക്ക് ഇനിയിപ്പോൾ പഠിച്ച രീതിക്കേണ്ട ജോലി ഇവിടെ ഇനിയിപ്പോൾ കിട്ടൂല എന്ന് മനസ്സിലായി. കാരണം കെയറായിട്ട് തന്നെ വർക്ക് ചെയ്യണം. അപ്പോഴൊക്കെ പിന്നെ അപ്പോൾ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ വേറെ, ഇവിടെ നമ്മൾ ഒരു 5 ദിവസം 1 മാസമൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഇതിലേക്ക് പോയി. നാട്ടിൽ പോയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ അവർക്കായിട്ട് ഫുൾ എൻജോയ്മെൻറ്റും നാട്ടിലെ ഫ്രണ്ട്സും എല്ലാമായിട്ടൊക്കെ തിരിച്ച് വന്നു കഴിയുമ്പോൾ പിന്നെയും ഈ പണിക്ക് പോകുമ്പോൾ നമ്മൾ ആകെ ഒരു 2-3 weeks എടുക്കും നമ്മൾ ബാക്ക് ടു നോർമൽ ആവാനായിട്ട്. ഇനി എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് കൂടി ഈ കാര്യത്തിൽ പറഞ്ഞാൽ എനിക്ക് ഇവരെന്നെ കളിയാക്കാറുണ്ട്. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ലെക്ചറുണ്ട്. എനിക്ക് നല്ലൊരു ജോലി ഇഷ്ടപ്പെട്ട കുഴപ്പമില്ലാത്തൊരു ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എന്നെ ഫേസ് ചെയ്യുന്ന ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നം വെച്ചാൽ ഐ വിൽ കംപ്ലീറ്റ്ലി ഓൺസ്റ്റായി പറയാം, ഐ ഹാവ് ദ ബെസ്റ്റ് പീപ്പിൾ അറൗണ്ട്. ഇപ്പോൾ ചേച്ചിയാണ് എല്ലാവരാണെങ്കിലും ഞാൻ ഭയങ്കര ലക്കിയാണ് ആ ഒരു കാര്യത്തിൽ. എനിക്ക് എപ്പോഴും എൻ്റെ ചുറ്റും ഏറ്റവും നല്ല ആൾക്കാരാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ബാക്കി നമ്മുടെ കോൺവെർസേഷൻ എപ്പോഴും ഞാൻ എൻ്റെ വീട്ടിലാണ് ചേട്ടൻ വന്നപ്പോഴാണ് പറയുന്നവരാണ് എനിക്ക് നല്ല ആൾക്കാരെ ചുറ്റുമുള്ളത്. പക്ഷേ അത്രയും നല്ല ആൾക്കാരുണ്ടായിട്ടും ചില മൊമെൻറ്റ്സിൽ നമ്മൾ ഗാവനൻ്റെ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ എനിക്ക് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇത്രയും നല്ല ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടായിട്ടും നമ്മൾ നല്ല സമയങ്ങളായിരിക്കും ഉണ്ടാവുന്നത്, നല്ല കോൺവെർസേഷൻസും നല്ല സമയങ്ങളും. ഇപ്പോൾ ക്രിസ്മസ് ആണെങ്കിലും എന്താണ് നമ്മൾ ആഘോഷിക്കുന്നതൊക്കെ ഉണ്ടാവും. ചില മൊമെൻറ്റ്സിൽ ഐ ഫീൽ അലോൺ. ഐ ഫീൽ അവിടെ എന്തോ ഒരു ഓഡ് വണ്ണായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്ത് നമ്മൾ ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം അതൊക്കെ എൻ്റെ മെൻ്റൽ ഹെൽത്ത് നല്ലപോലെ ബാധിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ 3 പേരുടെയും മെൻ്റൽ ഹെൽത്തിൻ്റെ സിറ്റുവേഷനൊക്കെ ചേച്ചിക്ക് മനസ്സിലായല്ലോ. ഇത് ആക്ച്വലി UK ഒരു വലിയ പോർഷൻ ഇന്ത്യൻസിന് അല്ലെങ്കിൽ ഇന്ത്യൻസ് പോട്ടെ എല്ലാവരുടെയും തന്നെ പല ലൈഫ് സ്റ്റേറ്റിലുള്ള ആൾക്കാരുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ചേച്ചി ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലാണ്. എന്തായിരിക്കും ഇതിൻ്റെ റീസൺ, അല്ലെങ്കിൽ എന്തായിരിക്കും ചെയ്യാൻ പറ്റുന്നതെന്ന് ചേച്ചിക്ക് വല്ലതും തോന്നാറുണ്ടോ? അല്ലെങ്കിൽ ചേച്ചി കണ്ടിട്ടുള്ള കേസസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര കൂടിയ കേസുകളാണ്. ഞാൻ ആദ്യം പറയാം, ഒരു ജാമ്യം എടുക്കണ പോലെ ഞാൻ മെൻ്റൽ ഹെൽത്ത് സോഷ്യൽ വർക്കറാണ്. മെൻ്റൽ ഹെൽത്ത് സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ ആ ലെവലിലേക്ക് ഒന്നും അല്ല. സോഷ്യൽ വർക്ക് എന്ന പ്രൊഫഷൻ കുറച്ചുകൂടി സോഷ്യലി ആണത്. അല്ലാണ്ട് എന്താ പറയുക, അങ്ങനെയല്ല, കുറച്ചുകൂടി സോഷ്യൽ ആസ്പെക്റ്റിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യണത്, മെഡിക്കൽ ആസ്പെക്റ്റിനല്ല. പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസസ് പറയാം. വൺസ് എൻ്റെ പണ്ടേ പറഞ്ഞില്ല, എൻ്റെ പണ്ടേയുള്ള പ്ലാനാണ് ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രിയിൽ മൂവ് ചെയ്തിട്ട് അവിടെ ജീവിക്കണം എന്നുള്ളത് എൻ്റെ വളരെ പണ്ടേ ഉള്ള ഒരു ആഗ്രഹം. ആ പ്ലാൻ പ്രകാരമാണ് ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്നുണ്ടായ അല്ലെങ്കിൽ പെട്ടെന്ന് ജീവിക്കണം, വളരണം അങ്ങനെയുള്ള പ്ലാൻ കൊണ്ടൊന്നും അല്ല വന്നത്. ഇതെൻ്റെ ഒരു പ്ലാനിൻ്റെ ഭാഗം തന്നെയായിരുന്നു. എൻ്റെ ലൈഫ് ലോങ് ടേം പ്ലാനിൻ്റെ ഭാഗമായിട്ട് ഞാൻ വന്നതാണ്. നീ ഗ്യാവൻ പറഞ്ഞതാണെങ്കിലും നവീൻ പറഞ്ഞ പോലെ ആനന്ദ് പറഞ്ഞ പോലെ ആണെങ്കിലും എനിക്കും ഇതേപോലെയുള്ള ഫേസിൽ കൂടെയാണ് ഞാൻ കടന്നു പോയത്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഈ UK എന്ന് പറയുന്ന കൺട്രി ഒരു കോൾഡ് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മെയിൻ വെതർ എന്ന് പറയണത് ഇരുട്ടും കാർമേഘം മൂടിയിട്ടും അതന്നെ ഫസ്റ്റ് നമുക്ക് ആ ഒരു വെതർ തന്നെ നമുക്ക്
ഡിപ്രസീവ് ആണ്. അത് ഐ മീൻ സയന്റിഫിക്കലി ഇൻ ദ സെൻസ് ഇതിൽ ഞാനൊരു കാര്യം പറഞ്ഞു. ഞാൻ പണ്ട് ഓഫീസിൽ പോയി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഷിഫ്റ്റ് ഒക്കെ പറഞ്ഞത് ഒരു 8 to 6 അല്ലെങ്കിൽ 8 to 8 ആയിരിക്കും. രാവിലെ പോകുന്നത് ഇരുട്ടത്താണ്, വൈകുന്നേരം വരുന്നത് 6 മണിക്ക് ഇറങ്ങിയാലും 4 മണിക്ക് ഇറങ്ങിയാലും ഇരുട്ട് മാത്രമേ ഞാൻ കാണുള്ളൂ. ഞാൻ പകൽ വെളിച്ചം കാണുന്നില്ല. എന്നെ അത് വല്ലാണ്ട് അഫക്ട് ചെയ്തായിരുന്നു. ഇപ്പോൾ വർക്ക് ഹോം ഒക്കെ പിന്നെയാണ് കുറച്ചൊക്കെ ഞാനിപ്പോൾ ഫേസിൽ കൂടെ കടന്നു പോയി. രാവിലെ എണീക്കുമ്പോൾ ഇരുട്ട്, ഓഫീസിലേക്ക് പോണ സമയത്താണ് ബസ്സിൽ പോകുമ്പോഴാണ് ഒരു വെളിച്ചം കാണുന്നത്. ഓഫീസിലെത്തി, ഓഫീസ് ഭാഗ്യത്തിന് ജനലൊക്കെ നല്ല വലിയ ജനലുള്ള ഓഫീസായതുകൊണ്ട് വെളിച്ചം അങ്ങനെയും കാണുന്നുണ്ട്. തിരിച്ച് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇരുട്ട്, കംപ്ലീറ്റ്ലി ഇരുട്ടാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ സംവാട്ട് ഈ പറഞ്ഞ പോലെ ബാധിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് യൂസ് ടു ബി ആയി. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റേതായിട്ടുള്ള സ്പേസ് എൻജോയ് ചെയ്യണ ഒരാളാണ്. അത് പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു. ചിലപ്പോൾ ഞാൻ വളർന്ന രീതി അങ്ങനെ ആയതുകൊണ്ടായിരിക്കും എൻ്റെ ആ ഒരു സ്പേസ് ഞാൻ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ സ്പേസ് വേണം താനും. ഞാൻ സോഷ്യലാണ്, എന്നാൽ ഞാൻ സോഷ്യലല്ല. അത് നിങ്ങളാണെങ്കിൽ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ വരുമ്പോൾ നമ്മൾ ലോഞ്ചിൽ ഞാൻ ചിലപ്പോൾ നന്നായി വർത്തമാനം പറയും, പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ എൻ്റേതായിട്ടുള്ള സ്പേസിലേക്ക് ഞാൻ പോകും. എനിക്ക് ഒരു ദിവസം എനിക്ക് എൻ്റേതായിട്ടുള്ള ആ സ്പേസ് അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള ആ ടൈം എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണത്. അതിനിപ്പോൾ എനിക്ക് അങ്ങനെ കറക്റ്റ് മീ ടൈം എന്ന് എനിക്ക് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള ആ സ്പേസ് വേണം. ആ സ്പേസിൽ ഞാൻ ചിലപ്പോൾ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യായിരിക്കും, യൂട്യൂബിലുള്ള പോഡ്കാസ്റ്റ് കാണുമായിരിക്കും, നെറ്റ്ഫ്ലിക്സ് കാണുമായിരിക്കും, എന്തായിക്കോട്ടെ, അല്ലെങ്കിൽ റൂം ഒന്ന് ഒതുക്കി വെക്കുകയായിരിക്കാം. പക്ഷേ എനിക്ക് അതിൻ്റേതായിട്ടുള്ള സമയം വേണമെന്നുണ്ട്. പിന്നെ നീ പറഞ്ഞ പോലെ വീടുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ അഫ്കോഴ്സ് യു കെയിലേക്ക് വന്നതിന് ശേഷം വീടും വീട്ടുകാരോടും ഒരു പ്രത്യേകതരം അറ്റാച്ച്മെൻറ്റ്, നമ്മുടെ ലൈഫിലുണ്ടായിരുന്ന അവൻ്റെ വാല്യൂ എന്താണെന്നൊക്കെ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം മനസ്സിലായി. അവരെ കാണണം എന്നുള്ള ആ ഒരു ത്വരയുണ്ടല്ലോ, വേഗം ഒന്ന് കാണണം എന്നുള്ള അതൊക്കെ നമുക്ക് വന്നു. പക്ഷെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, പക്ഷെ പലരും ഇവിടെ വന്നതിന് ശേഷം പറയും നാട്ടിലേക്ക് തിരിച്ചു പോകണം, അല്ലെങ്കിൽ നാടായിരുന്നു ബെറ്റർ എന്ന് പറയണവരെ ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നോട് ചോദിക്കുകയാണ്, അർച്ചന യു കെ ലൈഫാണോ ബെറ്റർ, അല്ലെങ്കിൽ നാട്ടിലേക്ക് നിനക്ക് തിരിച്ചു പോയി നാട്ടിൽ സെറ്റിൽ ആവണമെന്നോ എങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, നീ എന്ത് ചൂസ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അഫ്കോഴ്സ് ഞാൻ ചൂസ് ചെയ്യാൻ എനിക്ക് യു കെ ലൈഫാണ് ഇഷ്ടം. ഇങ്ങനെ ആ ഒരു ത്രാസ് വെക്കുകയാണെങ്കിൽ ഫാമിലി ആയിട്ട് ജീവിച്ച് നാട്ടിൽ സുഖസുന്ദരമായിട്ട് ജീവിച്ച് പോകണോ, നാട്ടിൽ വല്ല ജോലി ചെയ്ത് വീട്ടിൽ വന്ന് അമ്മയുടെയും നമ്മുടെ സഹോദരങ്ങളുടെയും സ്നേഹം കിട്ടിയിട്ടുള്ള ലൈഫ് വേണോ, അതോ യു കെയിൽ ഈ പറഞ്ഞ പോലെ ആരുമില്ലാത്ത അവിടെ ഒരു ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ അറിയേണ്ട കാര്യം, ചേച്ചി മാരിഡാണ്, ചേച്ചിക്ക് ഇവിടെ ഹസ്ബൻഡ് കൂടെ ഉണ്ട്, ഞങ്ങളൊക്കെ തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ്. ഞാൻ തന്നെ ഉദ്ദേശിച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സൈഡിലുണ്ട്. പക്ഷെ ഞാൻ പറയണേ, ഞാൻ ഫാമിലി എന്നൊരു ബ്രോഡായിട്ടുള്ളൊരു കാര്യത്തിനാണ് പറയണത്. ഫ്രണ്ട്സ് ഓഫ്കോഴ്സ് നാട്ടിൽ കുറച്ച് കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടാവും ഇവിടുത്തെ കാട്ടിയും. അപ്പോൾ അത് ചൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ പറഞ്ഞ യു കെ ലൈഫ് ത്രാസായിരിക്കും താഴ്ന്നു നിൽക്കുക. എനിക്ക് അപ്പോൾ പലരും പറയും, എൻ്റെ അമ്മ എപ്പോഴും പറയുന്ന ഒരു കോട്ടാണ്, വന്ന വഴി മറക്കരുത് എന്ന്. പക്ഷെ അത് വന്ന വഴി മറക്കലല്ല, എനിക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് തന്നത്, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ബെറ്റർ ലൈഫ് തന്നത്, എനിക്ക് എന്നെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആക്കാനും എൻ്റെ കറക്റ്റായിട്ടുള്ള ഫോക്കസ് എന്താണ്, എൻ്റെ ലൈഫിൽ എനിക്ക് എന്ത് വേണം എന്നൊക്കെ എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള ഒരു രാജ്യമാണ് ഇംഗ്ലണ്ട്, ഓഫ്കോഴ്സ് യു കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ലൈഫാണ് എനിക്കിഷ്ടം. എനിക്ക് തിരിച്ച് പഴയ ഒരു ലൈഫിലേക്ക്, ആ ഒരു ലൈഫിലേക്ക് പോകണത് എനിക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. അത് നെഗറ്റീവ് വശമായിട്ടല്ല പറയുന്നത്, നാടിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കരിയർ വൈസ് ആണെങ്കിലും എൻ്റെ എല്ലാ ലൈഫ് വൈസ് ആണെങ്കിലും എനിക്ക് ഇവിടെയാണ് ഇഷ്ടം. അത് ഞാൻ ചേച്ചി പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നാട്ടിലായ ടൈമിൽ എന്നെ ഒരു കാറ്ററിംഗ് വർക്കിന് പോലും വിടൂലായിരുന്നു. കാരണം നമ്മൾ നാട്ടിൽ പഠിക്കാൻ പോവുക, ഇതൊക്കെ ചെയ്യാൻ നല്ല പഠിച്ച രീതിക്ക് എൻ്റെ ജോലിക്ക് ഇട്ടത് പോവുക. അല്ലാണ്ട് നമ്മൾക്കിപ്പോൾ പാർട്ട് ടൈം അതൊന്നും നാട്ടിൽ നമ്മൾ പോയാൽ എന്തോ കുറച്ച് ലെവലേക്ക്, ഇപ്പോൾ എൻ്റെ ഫാമിലി ആയി തന്നെ എന്നെ വേറെ, പിന്നെ ഞാൻ കാറ്ററിങ്ങിനൊക്കെ പോയൊക്കെ തന്നെ പറയാണ്ട് പോവുക, അങ്ങനെയൊക്കെ പോകാനേ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കുഴപ്പമില്ല. നമ്മൾ പാർട്ട് ടൈമിന് ഏത് പോയാലും ഏത് സ്റ്റുഡൻസ് ആയാലും ഇപ്പോൾ നമ്മളെ ബേസിക്കലി പൈസ, നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റ് ആദർശം ബേസിക്കലി പൈസ ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. പാർട്ട് ടൈമിന് ഏത് പാർട്ട് ടൈമിന് പോകുന്നത്. ഇവിടെ ഇപ്പം ഞാനൊക്കെ ആദ്യം വന്നിട്ട് ഞാൻ പോയത് KFC-യിലാണ്. അതേപോലെ എല്ലാവരും സെയിൽസ് ആയിട്ട് ഇതൊക്കെ പോകുന്നുണ്ട്. അപ്പോഴും നമ്മുടെ ഫാമിലിക്ക് ഒന്ന് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെ പാർട്ട് ടൈം ചെയ്തതൊക്കെ ആയിട്ട് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് UK കൂടുതൽ ഇതായിട്ട് തോന്നും. ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറയട്ടെ, നമ്മൾ ഇപ്പം കുറച്ച് കുറഞ്ഞു തോന്നുന്നു. ഒരു വർഷം മുന്നൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഈ കെയർ ഹോമിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ
യു കെയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ കളിയാക്കിയിട്ട് കുറേ മീംസ് അല്ലെങ്കിൽ ട്രോളുകൾ ഇങ്ങനെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ കണ്ടായിരുന്നു. അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇപ്പോൾ കെയർ ഹോമിൽ വർക്ക് ചെയ്യണവരൊക്കെ വളരെ മോശമായിട്ട് ഇപ്പോൾ അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെ ഇതും ആക്ച്വലി നമ്മുടെ ടോപ്പിക് റിലേറ്റഡ് ഇതൊക്കെ ഇവരുടെ മെന്റൽ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കുന്നുണ്ടെന്നൊന്നും ഇത് ഉണ്ടാക്കുന്നവരൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇവരാരും ഓക്കെ ഞാൻ കെയർ ഹോമിൽ അല്ല കുറെ പേര് ഈ ജോലി ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്, അവരെയും കളിയാക്കുക ഇഷ്ടപ്പെട്ടു. ഓക്കെ ഇത് അത്ര മോശം ജോലി കെയർ ഹോമിൽ. ഇപ്പം അതല്ല എൻ്റെ ഒരു എക്സാമ്പിൾ ഞാനാണ്. കാരണം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ ഇങ്ങനത്തെ ഇതെല്ലാം കണ്ടിട്ട് ഞാൻ കെയറിന് കയറില്ല, അങ്ങനെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ. ബട്ട് ആ ജോലിയാണ് ഇപ്പോൾ എനിക്ക് വിസ തന്നതും ഇവിടെ 3 കൊല്ലം എനിക്ക് നിൽക്കാൻ പറ്റിയതും എല്ലാം ഇപ്പോൾ കെയർ വിസ ആദ്യം കയറിയുണ്ട്. അല്ലെങ്കിൽ ഞാനിപ്പോൾ തിരിച്ച് നാട്ടിൽ പോയി എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷേ ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ കുറേ നെഗറ്റീവ് ആവണത്. കുറേ റീൽസ് ഇതൊക്കെ കണ്ടിട്ട് കെയർ ജോബ് ഇതാണ് ഒരു വിലയില്ല ഇങ്ങനെയൊക്കെ. ബട്ട് എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു വിലയുണ്ട്. ഇപ്പം ഗാവിൻ പറഞ്ഞ പോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ സംവാട്ട് നമ്മുടെ ഈ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ ഇപ്പോൾ ഈ കെയർ ഹോമിൻ്റെ പ്രത്യേകിച്ച് അല്ലെങ്കിൽ കെയർ ജോബിൻ്റെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ആ ജോലി അവർക്ക് നല്ലൊരു ശമ്പളം കൊടുക്കുന്നുണ്ടോ, ഒരു ഇൻകം കൊടുക്കുന്നുണ്ടോ? അവർക്ക് കൊടുക്കുന്നുണ്ട്. അവരത് ചെയ്യാനായിട്ട് ഓക്കെയാണ്. പിന്നെ ബാക്കിയുള്ളവർ സർവീസും ചെയ്യണം. ഇവിടെ അവർക്ക് കെയറേഴ്സിനായിട്ടുള്ള പർട്ടിക്കുലർ നീഡ് ഉണ്ട് ഇവിടെ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അവർക്ക് ആ ഒരു പർട്ടിക്കുലർ ജോബ് അവർക്ക് ഇൻകം കൊടുക്കുന്നുണ്ടോ, അവർക്ക് ജീവിക്കാനുള്ള ഇൻകം കൊടുക്കുന്നുണ്ടോ, അവർക്ക് നിലനിൽപ്പിന് ആ ജോലി അവരെ എങ്ങനെയെങ്കിലും സഹായിക്കുന്നുണ്ടോ, അതിലാണ് കാര്യം. ബാക്കിയുള്ള പുറമേ നിൽക്കുന്ന ഏത് ജോലിക്ക് അതിൻ്റെതായിട്ടുള്ള ചില സമയത്തൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കാതിരിക്കുക എന്ന് തന്നെയായിരിക്കും മെന്റൽ ഹെൽത്തിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി നല്ലൊരു കാര്യം തോന്നുന്നു. എൻ്റെ കാര്യം ഇതുപോലെ ഡിഫറൻ്റ് ഒന്നുമല്ല, ഇതുപോലെ തന്നെ സെയിമാണ്. നാട്ടിൽ നിന്ന് ഒരുപാട് കടമായിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. കോഴ്സ് പഠിക്കാൻ വേണ്ടി ഒരുപാട് കടങ്ങളായിട്ട് എടുത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് വന്നപ്പോൾ എനിക്കൊരു ഹോട്ടൽസിനാണ് ജോലി കിട്ടിയത്. പക്ഷേ അവിടുത്തെ സാലറിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടുത്തെ നീഡ്സൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരുന്നു. അപ്പം എൻ്റെ സർക്കിളിലുള്ള ഫ്രണ്ട്സ് എല്ലാവരും കെയർ ഹോംസിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാനും കെയർ ഹോംസിൽ പോയി തുടങ്ങി. അപ്പം ഫസ്റ്റ് ഡേയ്സ് അല്ലെങ്കിൽ ആദ്യത്തെ കുറേ പീരീഡ് സമയങ്ങൾ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു വർക്കിങ് കാര്യങ്ങളൊക്കെ. പക്ഷേ കുറേ കഴിഞ്ഞപ്പം ഒരു എന്താണ് പൈസ നേടുന്നതിനേക്കാൾ ഉപരി ഈ ജോബ് ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. കാരണം നമ്മൾ ഒരു മനുഷ്യനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, ഒരു കമ്പനിയിൽ ഒരു കമ്പ്യൂട്ടറിനടുത്തോ അല്ലെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യുന്നവരല്ല ജോലി ചെയ്യുന്നത്. നമ്മുടെ ഇമോഷൻസും അവരുടെ ഇമോഷൻസും എല്ലാം ഒരുപോലെ നമ്മൾ എന്താണ് രണ്ട് വ്യക്തികൾ തമ്മിൽ ഇപ്പോൾ നമ്മളിരുന്ന് സംസാരിക്കുന്ന പോലെ തന്നെ അവരുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന അവസരങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ കൂടെ തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അവസരങ്ങളുണ്ട്. സോ അത് എന്താ പറയുക, ഒരു ജോലി എന്നുള്ള അപ്പുറം ഒരു സർവീസായിട്ട് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെയാണ്. പിന്നെ ഇപ്പോഴത്തെ ജോലികളിൽ ഇപ്പോൾ എനിക്ക് NHSലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ ഗ്രേറ്റ്ഫുള്ളാണ്. ഇപ്പോൾ എനിക്ക് ഇവിടെ UK നിൽക്കാൻ പറ്റുന്നത് ഈ ജോലി അവരെനിക്ക് തന്നുകൊണ്ടാണ്. ഈ ജോലി എനിക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. അതുപോലെ ഒരുപാട് ബെനിഫിറ്റ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എനിക്ക് തോന്നുന്നു, ഞാൻ എപ്പോഴും ഭയങ്കര പ്രൗഡായിട്ടുള്ള, അല്ലെങ്കിൽ ഞാനൊരു അഡൽട്ടായെന്ന് എനിക്ക് തോന്നിയത് എപ്പോഴും നമുക്കൊക്കെ നമ്മുടെ ഫാമിലിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഇവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ്. അത് വലിയൊരു കാര്യമാണ്. ഇനി ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ടോപ്പിക്ക് മെൻ്റൽ ഹെൽത്ത് ആയതുകൊണ്ട് UK ഉള്ളവരോട്, അല്ലെങ്കിൽ UK ഇപ്പം നമുക്കൊക്കെ തന്നെ ഒരു മൂന്നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഇപ്പോൾ UK ഉണ്ട്. അവരുടെ മെൻ്റൽ ഹെൽത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഒബ്വിയസ്ലി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, നമ്മളൊക്കെ എല്ലാവർക്കും ലൈഫ് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യണം. എനിക്ക് തോന്നുന്നത് നമ്മൾ നല്ല ഫ്രണ്ട്സിനെ കണ്ടെത്തുക. ഇവിടെ നമുക്ക് ഒരു ഫ്രണ്ട്സ് തന്നെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അവരായിട്ട് കൂടുതൽ നമുക്ക് കുറേ സ്ട്രഗിളിങ് ഇതൊക്കെ വരും. നമുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം. ഇപ്പോൾ കുറേ ഫ്രണ്ട്സ്, ഇപ്പോൾ 2-3 ഫ്രണ്ട്സ് തന്നെ മതി. അതിലൊരാളുടെ അടുത്തൊക്കെ നമുക്ക് ഒന്ന് ചായ കുടിക്കാൻ അപ്പോൾ പോവാം. കഴിഞ്ഞ ദിവസം തന്നെ എനിക്കൊരു ഇത് വന്നപ്പോൾ ഞാൻ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു ചായ കുടിക്കാം. അവനും വന്നു, ഞങ്ങൾ വർത്താനം പറഞ്ഞു. സംഭവം ആ ഒരു ഇൻസിഡൻസ് എനിക്ക് അറിയാവുന്നത് പറഞ്ഞതാണ്. രാത്രി 3 മണിക്കാണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു മൊമെന്റ് തോന്നുവാണ്, ഓക്കെ തന്നെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് തോന്നുന്ന മൊമെന്റിൽ ടെക്സ്റ്റ് സംവൺ, കോൾ സംവൺ, ജസ്റ്റ് ലെറ്റ് ദം നോ, പറ്റുമെങ്കിൽ പുറത്തു പോകുക അല്ലെങ്കിൽ സംസാരിക്കുക. എൻ്റെ മെൻ്റൽ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ പിടിച്ച ഫ്രണ്ട്സ് തന്നെയാണ് ഇവിടെ ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സ്. പിന്നെ നമുക്ക് അത്രയും എക്സ്ട്രീം ലെവലിൽ നമ്മൾ നിൽക്കണമെന്ന് വെച്ചാൽ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള പ്രൊഫഷണൽസ് നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ ഇതിലുള്ളൊരു ലൈക്ക് UK കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, സ്റ്റിൽ ഇതിലുള്ളൊരു സ്റ്റിഗ്മ മാറ്റി വെക്കാൻ കുറച്ചുകൂടെ റെഡി ആവണമെന്ന് തോന്നുന്നു. ഇപ്പോഴും ഒരു തെറാപ്പിക്ക് പോകുന്ന പറഞ്ഞാൽ അത്ര മോശം കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യാന്നുള്ളത് മോശം കാര്യമാണെന്നുള്ളത് ഇപ്പോൾ കുറേയൊക്കെ മാറിയെന്ന്. UK ഓഫ് കോഴ്സ് നമുക്ക് കുറച്ചുകൂടി എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. ഈ ഒരു മെൻ്റൽ ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് ഉണ്ട്. ഇവിടുത്തെ മെൻ്റൽ ഹെൽത്ത് ലോ പ്രകാരമാണ് ഇവിടുത്തെ ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യണത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ആളുകൾ ഇപ്പോൾ
നീ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ചെറുതായിട്ടൊരു സ്ട്രെസ്സോ ആങ്സൈറ്റിയോ വരുമ്പോൾ എനിക്ക് ഡിപ്രഷനാ എന്ന് പറയണത്, ഡിപ്രഷൻ ഈസ് സംവാട്ട് ഡിഫറെൻറ്റ് ഫ്രം ആങ്സൈറ്റി അല്ലെങ്കിൽ ബീയിങ് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ സ്ട്രെസ് ആയിരിക്കണത്. അപ്പോൾ ആളുകളിൽ ഇപ്പോഴും സാഡായിരിക്കണം എന്ന് പറയുമ്പോൾ ഡിപ്രഷൻ ആണ് എന്ന് ചിന്തിക്കണ, അറ്റ്ലീസ്റ്റ് ഒന്നും ആലോചിക്കുമ്പോൾ അങ്ങനെയെങ്കിലും ചിന്തിക്കണം എന്താണ് ഡിപ്രഷൻ എന്ന് അറിയണ ഒരു സമൂഹത്തിലേക്ക് നമ്മൾ എത്തി. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ആളുകളിലേക്ക് ഇനിയും ഈ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ചിട്ട് ഇപ്പോൾ നമുക്ക് എന്താണ് ക്യാൻസർ എന്ന് നമുക്കറിയാം, എന്താണ് ഇപ്പോൾ ഒരു ലിവർ സിറോസിസ് എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ബേസിക് ആയിട്ട് ഓരോ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ആളുകളിലേക്ക് എത്തണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ പാനിക് അറ്റാക്ക് എന്താണെന്നൊക്കെ റീസെൻ്റ്ലിയൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ റീസെൻ്റ്. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു പാനിക് അറ്റാക്ക് ഒക്കെ ഇവിടെ ഭയങ്കര ലൈക്ക് പാനിക് അറ്റാക്ക് ഒക്കെ ഉണ്ടാവും ആൾക്കാർക്ക്, പക്ഷേ ആൾക്കാർക്ക് പോലും അറിയില്ല ഇത് പാനിക് അറ്റാക്ക്. കാരണം സംടൈംസ് പാനിക് അറ്റാക്കിനെ ബാക്കി ഫിസിക്കൽ സീഷേഴ്സ് ആയിട്ടോ അങ്ങനെയൊക്കെ ഞാൻ നാള് ഏതോ ഒരു ഇതിൽ കണ്ടതാ, ഫിസിക്കൽ ഇഷ്യൂസുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നമ്മളത് പറയാറുണ്ട്. പക്ഷെ അതിന് പറഞ്ഞുള്ള മെഡിക്കലായിട്ടുള്ള അതിൻ്റെ ആയിട്ടുള്ള പ്രൊഫഷണൽസ് അതിനെ ഡയഗ്നോസ് ചെയ്തിട്ട് അതിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവരും. ബട്ട് സ്റ്റിൽ ആളുകൾക്ക് ഇവിടെയുള്ളവർക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇതിനെക്കുറിച്ചൊരു നോളജ് ഉണ്ട്, അതിനുള്ള സപ്പോർട്ട് സിസ്റ്റം ഇവർക്ക് ചുറ്റുമുണ്ട്, പറഞ്ഞു കൊടുക്കാനും അത് ഏത് രീതിക്ക് റൂട്ട് ചെയ്ത് പോകാനെന്നുള്ളതൊക്കെ അറിയും. പക്ഷെ ഞാൻ പറഞ്ഞത് ജനറലി മലയാളികളുടെ ഇടയിലാണെങ്കിലും ഇപ്പം എൻ്റെ അമ്മയോട് പറഞ്ഞ പോലെ അമ്മേ ഞാൻ ഡിപ്രഷനിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ മറ്റൊരു ട്രോള് കണ്ടില്ലേ, ഇപ്പം പോണ്ട. അപ്പം അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കൊരു പ്രായം കഴിഞ്ഞ് അവർ വേറൊരു ജനറേഷനാണെന്ന് പറയും. പക്ഷെ ഞാൻ പറയും ഇപ്പം ജനറലായിട്ട് എല്ലാ ഒരു അതിനെക്കുറിച്ചൊരു നോളേജ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇപ്പം പറഞ്ഞ എനിക്ക് ഇപ്പം എൻ്റെ ടൈം ഞാൻ കില്ല് ചെയ്യണത് മലയാളത്തിലെ പല പോഡ്കാസ്റ്റുകൾ കണ്ടിട്ടാണ്. അതിൽ ചില നല്ല ചാനലുകളുണ്ട് ഇതേപോലെ തന്നെ നല്ല സൈക്കാട്രിസ്റ്റിനെയും സൈക്കോളജിസ്റ്റിനെയും കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് സംസാരിക്കുന്ന, അവർ നല്ല ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും പോഡ്കാസ്റ്റുകളാണ്. അത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ജനറൽ ആയിട്ടൊരു നോളജ് നമുക്ക് കിട്ടും. എനിക്ക് തോന്നുന്നു അത് നല്ലൊരു ഇനീഷ്യേറ്റീവാണ്, പല ആളുകളിലേക്കും നോളജ് നല്ല രീതിയിൽ എത്തുന്നുണ്ട്. അതന്നെ എനിക്കൊരു കാര്യം കൂടുതൽ ആഡ് ചെയ്യാനുള്ളത്, ഇപ്പോൾ ഞാൻ പെട്ടെന്ന് സംസാരം ഈ ഒരു കോൺഫെഷൻ ഇങ്ങോട്ട് പോയപ്പോൾ ഓർമ്മ വന്നാണ്. എനിക്കൊരു സമയത്ത് ബെൽസ് പാൽസി വന്നു, ഒരു കപ്പിൾ ഓഫ് ലൈക്ക് 1.5 years ഗ്യാനൊക്കെ ഓർമ്മയുണ്ടാവും. എൻ്റെ മുഖത്തിൻ്റെ ഒരു സൈഡ് വീക്കായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഞാൻ ആ സമയത്ത് പറഞ്ഞാൽ നമ്മുടെ തന്നെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നിക്കൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ ഞാൻ മാക്സിമം വർക്ക് ചെയ്യുന്നു, 60 hours വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നവർക്ക് എൻ്റെ ഒരു കൊളീഗിന് എൻ്റെ മുഖത്ത് വീക്ക്നെസ് കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ എന്താ പറ്റിയത്, ബെൽസ് പാൽസി എന്ന് പറഞ്ഞു. 2 പേരുണ്ടായിരുന്നു അവിടെ. അപ്പം ബെൽസ് പാൽസിക്ക് UK ഹെൽത്ത് സെക്ടേഴ്സ് മെയിൻലി പറഞ്ഞ ഒരു റീസൺ സ്ട്രെസ് ഒക്കെയാണ്. എനിക്കറിയാം, ഇതിന് പ്രൂവൺ ആയിട്ടുള്ള സ്റ്റഡി ഒന്നുമില്ല. കാരണം ഞാൻ ആ സമയത്ത് ബെൽസ് പാൽസി വന്നു ഞാൻ നോക്കിയായിരുന്നു ഇതിനെന്താ റീസൺ നോക്കിയായിരുന്നു. പ്രൂവൺ ആയിട്ടുള്ള സ്റ്റഡി ഒന്നുമില്ല. പക്ഷേ അവർ മെയിനായിട്ട് റീസൺ പറയുന്നത് സ്ട്രെസ് ഒക്കെയാണ്. അപ്പം ഇവർക്കത് അറിയാവുന്നതുകൊണ്ട് ഇവർ എൻ്റെ അടുത്ത് കൂടെ നിന്ന ഒരാൾ ലൈക്ക് എൻ്റെ അടുത്ത് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ച ആൾ പറഞ്ഞു, അയ്യോ നീ എന്തിനാ ഇത്ര സ്ട്രെസ്ഡ് ആവരുത്, കൂളായിട്ടിരിക്കുക, എല്ലാം ഓക്കെ ആവും, നോട്ട് വെറി അബൌട്ട് എനിത്തിങ് എന്ന് പറഞ്ഞ ആൾ സമാധാനിക്കും. കൂടെ നിന്ന് വേറെ ആൾ പറയുന്നത് നിനക്ക് 22 വയസ്സേ ഉള്ളൂ, നീ എന്തിനാ 22 വയസ്സിൽ നിനക്ക് എന്ത് ടെൻഷനാണ് ഉള്ളത് ചുമ്മാ എന്ന് പറഞ്ഞത്. അപ്പം എനിക്ക് ആ ഒരു മൊമെൻറ്റിൽ തോന്നിയൊരു കാര്യം, ആദ്യത്തെ ആൾക്കാരെ പോലുള്ളവരുടെ ചുറ്റും നിൽക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമായിരിക്കും. നിനക്ക് 22ാമത്തെ വയസ്സിൽ നിനക്ക് ഒരു കുഴപ്പം ഉണ്ടാവേണ്ട എന്ന് പറഞ്ഞതിനേക്കാൾ നിൻ്റെ കുഴപ്പവും വാലിഡാണ്, പക്ഷേ സ്ട്രെസ്ഡ് ആവാതിരിക്കുക, എവറിത്തിങ് വിൽ ബി ഫൈൻ എന്ന് പറയുന്ന ആൾക്കാരുടെ ചുറ്റും ജീവിക്കാൻ പറ്റുവാണെങ്കിൽ. എനിക്ക് തോന്നിയിട്ടില്ല, എല്ലാവരും ലിവ്ഡ് എക്സ്പീരിയൻസസ് ഡിഫറെൻ്റ് ആണ്, എല്ലാവരും വന്ന ബാക്ക്ഗ്രൗണ്ട് ഡിഫറെൻ്റ് ആണ്, അവർ വന്ന ഫാമിലി ഡൈനാമിക്സ് ഡിഫറെൻ്റ് ആണ്. അതിനനുസരിച്ചായിരിക്കും ഓരോരുത്തരും ഓരോ സിറ്റുവേഷനോട് അഡാപ്റ്റ് ചെയ്യണത്, അല്ലെങ്കിൽ അതിനോട് അവർ ബിഹേവ് ചെയ്യണത്. അപ്പം നമ്മൾ അത് മനസ്സിലാക്കി നമ്മളോട് ആ രീതിക്ക് പെരുമാറുന്ന ആളുകളെ നമ്മൾ സറൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, നമുക്ക് ഒരാളെ പറഞ്ഞ പോലെ ഒരാളെ നമുക്ക് ഫോഴ്സ് ചെയ്യാനും പറ്റില്ല. എൻ്റെ മൂഡ് ഇതാണ്, സോ നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറണം ഒരിക്കലും അടുത്ത് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ ഹാപ്പി ആയിരിക്കാൻ എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുക അത് ചെയ്യുക. നിങ്ങൾക്ക് സമാധാനം കിട്ടുന്ന എവിടെയാണ് അവിടെ പോയി ഇരിക്കാൻ ശ്രമിക്കുക. അതിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ നിർത്തുവാണ്. ഇത് ഞങ്ങളുടെ ഒരു ക്രിയേറ്റീവ് സ്പേസ് ആണ്. ഞങ്ങൾ ലൈക്ക് അൺമ്യൂട്ടഡ് ലൈഫും അല്ലെങ്കിൽ അൺമ്യൂട്ടഡ് എന്ന ഒരു ഗ്രൂപ്പോട് കൂടി ഉണ്ടാകുന്ന പല സംരംഭങ്ങളുടെയും ബേസിക് കാരണം വെച്ചാൽ എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു, ഏത് ജോലിയാണ് ഞാൻ ചെയ്തെങ്കിലും എൻ്റെ ക്രിയേറ്റീവ് സ്പേസ് എനിക്ക് വേണം, എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് കൂടുതൽ വേണമെന്നുണ്ടായിരുന്നു. അതും ഞങ്ങളൊക്കെ ഞങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാണ് വിശ്വാസം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ക്രിയേറ്റീവ് സ്പേസ് വേണം. ഓക്കെ, നിങ്ങളുടെ ഒരു വർക്ക് എൻജോയ് ചെയ്യുന്നു, നിങ്ങൾ വർക്ക് ചെയ്യുന്നു, കാരണം സർവൈവ് ചെയ്താൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യുന്നു. പക്ഷേ നിങ്ങളുടെ ക്രിയേറ്റീവ് സൈഡ് നിങ്ങൾ കില്ല് ചെയ്യുവാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കുക. അതും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് പ്രശ്നം തോന്നുന്നില്ല, എന്നെ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കീപ് യുവർ സെൽഫ് എൻഗേജ്, അതൊരു വലിയ ഹെൽപ്പായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇനിയും ഇങ്ങനത്തെ എപ്പിസോഡുകൾ ഉണ്ടാവും. ഇന്ന് കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. അൺമ്യൂട്ടഡ് ലൈഫിൻ്റെ അടുത്ത എപ്പിസോഡ് വരുന്നവരെ താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗുഡ് ഡേ.